ക്യാൻസർ രോഗികളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ പെരിഗ്രീനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. വിശുദ്ധ പെരിഗ്രീൻ വളരെ വിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അത്ഭുതകരമായ രോഗശാന്തിക്കും അദ്ദേഹം പേരുകെട്ടവനായി മാറി. ക്യാൻസർ രോഗബാധ കാരണം അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റാൻ വൈദ്യന്മാർ തീരുമാനിച്ചിരുന്നു. ശസ്ത്രക്രിയയുടെ തലേദിവസം രാത്രി അദ്ദേഹം രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചു. കുരിശിൽ നിന്നിറങ്ങി വന്ന ക്രിസ്തു തൻ്റെ കാലിൽ തൊടുന്ന ഒരനുഭവം വിശുദ്ധനുണ്ടായി. അടുത്ത ദിവസം ഡോക്ടറെ കണ്ടപ്പോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു എന്ന് തിരിച്ചറിയുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ സ്വർഗസ്ഥനായ അപ്പൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടും നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്കും നമ്മൾക്ക് വേണ്ടി തന്നെയും ഈ പ്രാർത്ഥന ചൊല്ലാം. അത്ഭുതകരമായ ഈ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മഹത്വമുള്ള അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ പെരിഗ്രീനെ, ദൈവിക വിളിക്ക് ഉത്തരം നൽകി ഒരുക്കമുള്ള ആത്മാവോടെ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതമാർഗം സ്വീകരിച്ച് ദൈവത്തിന് സ്വയം സമർപ്പിക്കാൻ അങ്ങ് തയ്യാറായല്ലോ. ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവിടുന്ന് അക്ഷീണം പ്രയത്നിച്ചു. ക്രൂശിക്കപ്പെട്ട യേശുവുമായുള്ള ഐക്യത്തിൽ ഏറ്റവും വേദനാജനകമായ കഷ്ടപ്പാടുകൾ അങ്ങ് സഹിച്ചു. ഭേദപ്പെടുത്താനാവാത്ത അർബുദം അങ്ങയുടെ കാലിൽ ഒരു ദിവ്യ സ്പർശനത്താൽ കർത്താവിൻ്റെ ദിവ്യകരത്താൽ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ഞങ്ങളുടെ യാചന കർത്താവിൽ സമർപ്പിക്കുന്നു. നമ്മളുടെ ആവശ്യം ഇവിടെ പറയുക. എൻ്റെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ, ബന്ധുവിൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു. തിരുക്കരത്താൽ കഴുകി ശരീരത്തെ ബാധിക്കുന്ന ബലഹീനതകളിൽ നിന്ന് ഈ നിമിഷം കർത്താവെ വിടുവിക്കണമേ. അത്ഭുതകരമായ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ക്രൂശിക്കപ്പെട്ട രക്ഷകനെയും വ്യാകുലയായ പരിശുദ്ധ അമ്മയെയും അനുകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിത്യമഹത്വം പ്രാപിക്കാൻ ഈ വ്യക്തിയെയും എന്നെയും ഒരുക്കണമേ. വിശുദ്ധ പെരിഗ്രീനെ, ഈ വ്യക്തിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. സഹായം അഭ്യർത്ഥിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ.